മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വീട് ഉൾപ്പെടെ 12 ഇടങ്ങളിൽ ഇഡി റെയ്ഡ് നടത്തി. ഇഡി നടപടിക്കെതിരെ വ്യാപക പ്രതിഷേധവുമായി സിപിഎം രംഗത്തിറങ്ങി. തിരുവനന്തപുരത്ത് പിണറായി വിജയന്റെ വീടിന് മുന്നിൽ ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ സിപിഎം പ്രവർത്തകർ അടിച്ചു തകർത്തു. നാടകീയവും സംഘർഷഭരിതവുമായ രംഗങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. CMRL കമ്പനിയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ ഇടപാടിൽ ഇഡി നടപടികൾ കടുപ്പിച്ചത് സിപിഎമ്മിനെ ഞെട്ടിച്ചു. പിണറായി വിജയനെ ലക്ഷ്യമിട്ട് ഇഡി എത്തിയതോടെ സിപിഎം നേതാക്കളും പ്രവർത്തകരും ഒന്നടങ്കം തെരുവിലിറങ്ങി. തിരുവനന്തപുരത്ത് പിണറായി വിജയൻ താമസിക്കുന്ന വാടക വീട്ടിൽ നിന്നും പരിശോധന പൂർത്തിയാക്കി മടങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങൾ സിപിഎം പ്രവർത്തകർ അടിച്ചു തകർത്തു. പോലീസ് ലാത്തിചാർജ് നടത്തി പ്രവർത്തകരെ പിരിച്ചുവിടാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല. മറ്റ് ജില്ലകളിലും വ്യാപക പ്രതിഷേധങ്ങൾ അരങ്ങേറി. ബുധനാഴ്ച രാവിലെയാണ് സംഭവങ്ങളുടെ തുടക്കം. വ്യാജ ചെലവുകളുടെ മറവിൽ CMRL കമ്പനിയിൽ നിന്ന് വിവിധ വ്യക്തികൾക്ക് കോടിക്കണക്കിന് രൂപ നൽകിയെന്നാണ് ഇഡി ആരോപണം. ഇത്തരത്തിൽ നിയമവിരുദ്ധമായി പണം കൈപ്പറ്റിയവരിൽ ഒരാൾ പിണറായി വിജയന്റെ മകൾ വീണ വിജയനാണെന്നാണ് ഇഡി കേസ്. വീണ വിജയന്റെ ഉടമസ്ഥതയിൽ ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എക്സാലോജിക് കമ്പനിയുമായി ബന്ധപ്പെട്ടാണ് ഇടപാടുകൾ നടന്നതെന്നും ഇഡി പറയുന്നു. കേസിൽ ഇഡി അന്വേഷണം തുടരാമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് പിണറായി വിജയനെയും കുടുംബത്തെയും കേന്ദ്രീകരിച്ച് അന്വേഷണ കുരുക്കുമുറുക്കിയത്. പിണറായി വിജയനും കുടുംബവും ഇപ്പോൾ താമസിക്കുന്ന തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലെ വാടക വീട്, കണ്ണൂരിലെ വീട്, വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട് കോട്ടുളിയിലെ വീട്, CMRL MD ശശിധരൻ കർത്തയുടെ വീട്, വീണയുടെ കമ്പനിയായ എക്സാലോജിക്കിന്റെ ബംഗളൂരുവിലെ ഓഫീസ് എന്നിങ്ങനെ 12 കേന്ദ്രങ്ങളിലാണ് ഒരേ സമയം ഇഡി റെയ്ഡ് നടത്തിയത്. ന്യൂസ് ഡെസ്ക് TCV.